കേട്ടോ. ഇത് നോക്കിയാൽ ഈ ഫോർമാറ്റ് കാണാതെ പഠിക്കണം. നോട്ടീസ് എന്നൊരു ഹെഡിങ് കൊടുക്കുക, നോട്ടീസിന് ഹെഡിങ് കൊടുക്കുക, അതിന് താഴെ സ്ഥലം. ഇന്നത്തെ പരിപാടി എന്ന് വിചാരിക്കും, ഇപ്പൊ തുല്യത നോട്ടീസ്, തുല്യത പഠനം എളുപ്പമാക്കാം. അതിന് താഴെ സ്ഥലം, ഇവിടുത്തെ ലയൺസ് ക്ലബ്ബ്, ഡേറ്റ് ആൻഡ് ടൈം, ഇന്നത്തെ ടൈം. താഴെ it has been decided to conduct a program on, it has been decided to conduct a program എന്ന് കാണാതെ പഠിക്കാം ഓൺ വരെ. എന്നിട്ട് എന്താണോ പ്രോഗ്രാം, ആ പ്രോഗ്രാമിന്റെ ഹെഡിങ് കൊടുക്കാം. ഇന്നത്തെ പ്രോഗ്രാം ആണെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പേരോടെ എഴുതി കൊടുക്കുക. ഞാൻ ബ്രാക്കറ്റ് ഇട്ട സ്ഥലം ഉണ്ടല്ലോ, അതിൽ ഹെഡിങ് കാണിച്ചില്ലേ, കണ്ടോ, അവിടെ ഹെഡിങ് എഴുതി കൊടുക്കുക. എന്നിട്ട് അണ്ടർ ഏത് കീഴിൽ, സ്കൂളാണോ ക്ലബാണോ ഏതിന്റെ കീഴിലാണെന്നുള്ളത് അവിടെ എഴുതി കൊടുക്കാം. പിന്നെ ഓൺ എന്നാണ് 27, ഓൺ 27. ഓക്കെ, അറ്റ് സമയം 10 മണി, ഇൻ സ്ഥലം കാഞ്ഞങ്ങാട്. ക്ലിയർ? The program will be inaugurated by MLA ആണെങ്കിൽ MLA എഴുതി വെക്കുക. ഇത്രയും മനസ്സിലായോ? വെറുതെ മനസ്സിലായോ? മാർക്ക് അത് നോക്ക്, ആ സാധനം അതുപോലെ നോക്ക്. എവിടെ എഴുതി, നമുക്കൊന്ന് എഴുതി നോക്കണം, അത് ഒന്ന് എഴുതി നോക്കണം. നിങ്ങൾ ഇന്നത്തെ പരിപാടികളൊന്ന് എഴുതി. ഇതല്ലേ പ്രോഗ്രാം ഷെഡ്യൂളല്ലേ പ്രോഗ്രാം ഷെഡ്യൂളല്ലേ ഉണ്ടാക്കാൻ പറഞ്ഞത്? ഇന്നത്തെ അതല്ലേ പറഞ്ഞത്? അതെ.
Eagle, equivalency, equal, തുല്യത, equivalency, equal. ചോദിച്ചോ ഒന്ന് വേണമെങ്കിൽ ഈഗൽ നമ്മൾ അടിപൊളി. അപ്പൊ നിങ്ങള് നോട്ടീസിന് 5 മാർക്ക് എന്തായാലും കൊണ്ടു. ഓക്കെ, റെഡി? എന്താണ് ഇതിനകത്തത്? നോട്ടീസ് മനസ്സിലായില്ല. മേലെ നമ്മുടെ സ്ഥലവും പറഞ്ഞത് അത് ഒന്നുകൂടി പരത്തി താഴെ എഴുതുന്നതേ ഉള്ളൂ. ക്ലിയർ ആയോ? ഇനി ഒരു കാര്യം കൂടി ചെയ്യാണ്ട്, അതിന് ആളെ വെൽക്കം കഴിഞ്ഞ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യാണ്ട് കേട്ടോ. പ്രോഗ്രാം ഷെഡ്യൂളിങ് അതിൽ പ്രയർ, വെൽക്കം സ്പീച്ച്, പ്രസന്റേഷൻ അഡ്രസ്, ഇനാഗുറൽ സെഷന്, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്. ഇതൊക്കെ ഒരു ഭാഗത്ത് അവിടെ എഴുതി വെക്കണം. ആരെങ്കിലും പേരോട് എഴുതി വെക്കോടെ. എന്താണ് ഈ പ്രയർ എന്ന് പറഞ്ഞാൽ? പ്രാർത്ഥന. പിന്നെ സ്പീച്ച് വെൽക്കം സ്പീച്ച് പറഞ്ഞാലോ സ്വാഗത പ്രഭാഷണം. പ്രസിഡൻഷ്യൽ അഡ്രസ് എന്ന് പറഞ്ഞാലോ അധ്യക്ഷ പ്രസംഗം. ഇനാഗുറേഷൻ എന്ന് പറഞ്ഞാലോ ഉദ്ഘാടനം. ഫെലിസിറ്റേഷൻ എന്ന് പറഞ്ഞാലോ ആശംസ. എന്താണ് ആശംസ? പിന്നെ വോട്ട് ഓഫ് താങ്ക്സ്, നന്ദി. ഇത്തരം പഠിച്ച ഞങ്ങൾ എന്തായി നോട്ടീസ് 5 മാർക്ക് കിട്ടി. അപ്പൊ നോക്കിയേ, 5 മാർക്ക് ലെറ്റർ, 5 മാർക്ക് നോട്ടീസ്, 5 മാർക്ക് 4 മതി. 4 മാർക്ക് നോട്ടീസ്, 4 മാർക്ക് ലെറ്റർ, പിന്നെ ഒരു 4 മാർക്ക് സ്പീച്ച് 12 ആയി. പിന്നെ 4 മാർക്ക് ഡയറി 16 ആയി. പിന്നെ ഒരു കോമ്പൻസേഷൻ 4 മാർക്ക് 20 ആയി. 2 സ്ലോഗൻ 22 ആയി. പിന്നെ ഇമെയില് ചോദിച്ചാൽ ഇമെയില് 26 ആയി. പിന്നെ ഒരു പ്രൊഫൈല് ബാക്കിയുണ്ട്. എന്ത് ബാക്കിയുണ്ട്? പ്രൊഫൈൽ ബാക്കി. ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്താണ് നമ്മള്. ഇപ്പൊ സച്ചിൻ ബോൺ ഉണ്ടാവുള്ളൂ. അതെന്താക്കണം? സച്ചിൻ വാസ് ബോൺ എഴുതണം. ബോൺ എന്താക്കി മാറ്റണം? വാസ് ബോൺ ആക്കണം. അവാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഹി ഗോട്ട് അവാർഡ് എന്നാക്കണം. ഓക്കെ, ഡെത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താകണം? ഹി ഡൈഡ്. സച്ചിൻ മരിച്ചില്ലേ? മരിച്ച ആളെ കുറിച്ച് പറയുമ്പോൾ ഇന്ന ആള് മരിച്ചു എന്ന് പറയുകയാണെങ്കിൽ
ഡെത്ത് എന്ന് മാത്രമേ എക്സാമ്പിൾ പറഞ്ഞു. ഡെത്ത് ഇങ്ങനെ കൊടുത്തു, 2020 മരണം. ഇത് നമ്മൾ എഴുതുമ്പോ ഹി ഡൈഡ് ഇങ്ങനെ ആക്കണം. ഡെത്ത് എന്താക്കണം? ഡൈഡ് ആക്കണം. ഇപ്പോ ബോൺ, ഇപ്പം APJ അബ്ദുൽ കലാം, APJ ബോൺ എന്ന് കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? APJ വാസ് ബോൺ. മനസ്സിലാവുന്നു? ക്ലിയർ? എല്ലാം ക്ലിയർ ആയി. ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തേ. ഞാൻ +2കാർക്ക് +1 ക്വസ്റ്റ്യൻ പേപ്പർ തരുകയാണ്. നിങ്ങളെ ചാപ്റ്ററുമായിട്ട് പാഠവുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ. +2 ഇത് +1 ഏതാണ്? പക്ഷെ എന്നാലും ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് വരിക. അപ്പൊ എഴുതുന്ന മോഡലൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്ലിയർ ആയോ? പൊന്നാറ് കുട്ടി ഇത് +1 അല്ല, അത് +1ന്റെ ആണ്. പക്ഷെ +2കാർക്കാണ് നൽകുന്നത്. +2കാരെല്ലാരും വായിക്കി. ഞാൻ +2കാർ വാക്കില്ല. ഇനി ഹലോ ഹായ് ഹലോ ഹായ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ